ഹലോ, എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഹാർമോണിയസ് കേരള സീസൺ 6ൻ്റെ പ്രോഗ്രാം സലാലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രശസ്തരായ പാട്ടുകാരൻ എം ജി ശ്രീകുമാറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട നടി ഭാവനയും എല്ലാവരും ഒന്നിച്ച് വരുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ വൈകിട്ടാണ് കേട്ടോ നമുക്ക് ടൈം. 5:30 അവിടെ ഗേറ്റ് ഓപ്പൺ ആവും. നമ്മൾ ഏകദേശം ഒരു 5:30 ആകുമ്പോഴാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മൾ അങ്ങോട്ട് പോണ വഴിയാണ് കേട്ടോ. അവിടെ അൽമുറൂജ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് വൈകിട്ട്. ഇവരെ കൂടാതെ നമ്മുടെ മിയക്കുട്ടി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മെൻ്റലിസ്റ്റ് ഫാസിൽ ബഷീർ, പിന്നെ ഒരുപാട് ഗായകർ ഷിഖ, നിത്യ മാമൻ, അങ്ങനെ ഒരുപാട് ഗായകരൊക്കെ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രോഗ്രാമാണ്. 5 കാറ്റഗറിയിലായിട്ടാണ് ഇവിടെ സീറ്റുകൾ വരുന്നത്. നമ്മുടെ VIP, കോർപ്പറേറ്റ്, ഡയമണ്ട്, പ്ലാറ്റിനം, ഗോൾഡ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് സീറ്റൊക്കെ ഫുള്ളാവാനുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കട്ടോ. കണ്ടു നോക്കിയിട്ട് ബാക്കിയുള്ള അഭിപ്രായമൊക്കെ പറയണേ.
മൂന്നാമത്തെ തവണയും ഹാർമോണിയസ് കേരളയുമായി ഇവിടെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും സമയം മാറ്റി വെച്ച് ഇവിടെ വന്നതിന് ആദ്യമേ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നന്ദി അറിയിക്കട്ടെ. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഹാർമോണിയസ് കേരള GCC ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കൽ എക്സ്ട്രാവഗൻസ. ഒമാനിൽ 6ാമത് തവണ, സലാലയിൽ 3ാമത് തവണ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൈയടിയാണ്. വാട്ട് ആൻ ഓഡിയൻസ്! ഇപ്പോഴേ എനർജി ഫുൾ ലെവലിലാണ്. നമുക്കൊന്നും താഴ്ത്താൻ പോലും പറ്റില്ല. എങ്ങനെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയി വരും തോന്നുന്നു. ഏതായാലും ആ എനർജി അങ്ങനെ തന്നെ നിൽക്കട്ടെ. ആ എനർജിക്ക് ഒത്തുപിടിക്കാൻ നമ്മളും ശ്രമിക്കുന്നുണ്ടാവും. എല്ലാ സൈഡിൽ നിന്നും ആ ഒരു എനർജി കേൾക്കാനായിട്ട് ആദ്യം പുരുഷന്മാരും മാത്രം ഒരു വലിയ കൈഡി തന്നെ. പുരുഷന്മാരും മാത്രം. ശരി, ഇനി സ്ത്രീകൾ മാത്രം ഒരു വലിയ കൈഡി തന്നെ. കൈയടി ഒന്ന് നിർത്തിയിട്ട് നേരെ നമുക്ക് നേരെ ഇച്ചിരി ബഹളം വയ്ക്കാം. പുരുഷന്മാർ മാത്രം ഇച്ചിരി ബഹളം. സ്ത്രീകൾ മാത്രം ഇച്ചിരി ബഹളം. വീട്ടിൽ കൊണ്ടുവന്ന വ്യത്യാസമുണ്ടോ? എന്തായാലും നമ്മുടെ വീട്ടില് ഇങ്ങനെ തന്നെയാണ്. ഭാര്യയാണ് കൂടുതൽ ബഹളം വയ്ക്കാറ്. ഇതിന്റെ വ്യത്യാസം റീലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ നിങ്ങളെല്ലാവരും അല്ലേ? വീണ്ടും ഞാൻ പറഞ്ഞത് സലാലയുടെ മണ്ണിൽ വരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലം തൊട്ട് കേട്ടതാണ്, കേരളം പോലൊരു നാട് ഗൾഫിലുണ്ട്. ആ കേരളത്തിന്റെ അതേ Let's hear it one more time for the energy bomb. Viyakutti with Loga. ഇതിന്റെ ഇടയിൽ ഇറങ്ങിയൊക്കെ വന്ന് പാടിയിട്ട് ഒരു സാധനം പോലും തെറ്റാത്ത പാടിയിട്ട് ആ കൊച്ചിന് കൊടുക്കട്ടെ. മനസ്സറിഞ്ഞൊരു കൈയടി. സൂപ്പറാക്കി ഇവിടെ, സൂപ്പറാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാം. റെഡിയാണോ? ഇനി വലുതിനെ എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8, 9. മുന്നിലേക്ക് മാത്രം നോക്കാം. ഓക്കെ, നമ്പർ മനസ്സിലുണ്ടോ? ആ നമ്പറിലേക്ക് മാത്രം നോക്കി. ഞാൻ ഈ സ്ലൈറ്റിൽ എഴുതി ഈ ഒരു എൻവലപ്പിനകത്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിൽ മനസ്സിൽ വിചാരിച്ച നമ്പർ ഏതാണെന്ന് നമുക്ക് പറയാമോ? 9 തന്നെയാണോ മനസ്സിൽ വിചാരിച്ചത്? 7 അല്ലേ ആദ്യം വിചാരിച്ചത്? ഫസ്റ്റ് 7 അല്ലേ വിചാരിച്ചത്? അല്ല, 9 തന്നെയായിരുന്നു. വലിയ ബോക്സ് ഉണ്ട്. ഇതിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന പേപ്പർ കുറച്ച് നമുക്കൊന്ന് വായിക്കാം. നമ്മൾ നോക്കിക്കോളൂ. ഇതിനകത്ത് നമുക്ക് ഒരുപാടുണ്ട്.
ഇതൊന്ന് വായിച്ചോളെ. മലയാളമാണ് കൊച്ചുപെണ്ണു. നിങ്ങൾക്ക് ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഡാനിയൽ സൺ ബിനോയ് ഇതാരാ എഴുതിയതാണ്? ആ ഇന്ത്യയിലുള്ള കൂടെ ഉണ്ടോന്ന് നോക്കിയതാണ്. ഓക്കെ. പി കെ മുഹമ്മദ്, ഡോക്ടർ ഷഹാബ് മുഹമ്മദ്. ആരാണ് എഴുതിയത്? ലാസ്റ്റ് ഹലീമ ആൻഡ് സോണി അംഷ. മോളിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പേപ്പറുകളാണ് മോളൊന്നത് മിക്സ് ചെയ്തു. നമ്മൾ മാറുന്നില്ല. കാരണം എപ്പോഴും ഈ നറുക്കെടുപ്പ് ഉച്ചൂട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. മിക്സ് ചെയ്തു. ചൂസ് ചെയ്തു. ഇഷ്ടമുള്ള ഏത് വേറെ ചൂസ് ചെയ്തു. ഓക്കെ, വരും. നമ്മൾ വരാം. നമ്മൾക്കതൊന്ന് ഓപ്പൺ ചെയ്യും. എന്നെ കാണിക്കണ്ട. നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ നോക്കാൻ പാടില്ല. മതി, മലയാളമാണോ? മലയാളം കുഴപ്പമില്ല. ഒരു ഗ്രനേഡ് ഇടയിലേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കില്ല. കൈ പിടിച്ചു. ആ പേര് മാത്രം, ആദ്യത്തെ പേര് മാത്രം മനസ്സിലാക്കി. ഓക്കെ, റിലാക്സ് റിലാക്സ് പിടിച്ചിരിക്കുന്നു. ആ പേര് മാത്രം മനസ്സിലാക്കി. ഷെരീഫ്. യെസ്, ഷെരീഫ്. സന്ദേശം singers, please, everyone, bow down and join them. And definitely, everyone, let me call and welcome a few individuals who made this evening possible. അവരെ എല്ലാവരെയും കൂടി സ്വാഗതം ചെയ്യാൻ മുമ്പ് എല്ലാവരെയും ഒന്ന് ഓർമ്മിക്കുന്നു. നമ്മുടെ ഷാഹി സ്കാനർ ബിൽ നിങ്ങളുടെ കയ്യിലുള്ള റിസ്ബാൻഡിലുള്ള ആ ഒരു
State award winning singer. Let me welcome Nithya Baman onto the stage. Nithya Baman. Welcome Nithya. And now, ഞാൻ പറഞ്ഞത് നമ്മുടെ സ്റ്റാർ സിംഗർ കാണാറുണ്ടെങ്കിൽ അതിനകത്തൊരു ബന്ധനാണ്. അമേസിംഗ് ക്ലാസിക്കൽ ബേസ് സരിഗമ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിലൂടെ നിങ്ങൾ നെഞ്ചിലെത്തിയ താരം. Let me welcome Ashwin onto the stage. Ashwin, welcome. And now, നമുക്ക് എപ്പം ശ്രീകുളിച്ചേട്ടൻ വരുമ്പോഴാണ് അദ്ദേഹത്തെ എപ്പോഴും നമ്മൾ കാണാറ്. മലയാളത്തില് എണ്ണം പറഞ്ഞ, അതായത് പ്രത്യേകിച്ചും ഗാനമേള രംഗങ്ങളിലൊക്കെ ഏറ്റവും മികച്ച ഗായകൻ, സ്റ്റേജ് ഇളക്കി മറിക്കുന്ന ഗായകൻ. Ladies and gentlemen, please be happy to welcome Rahman. Rahman Patnapuram onto the stage. ഈ കൊച്ചു കുട്ടി കൂടി നേരത്തെ കൊണ്ടുവന്നാണെന്നാലും കുട്ടി കൂടി ഒന്നും കൂടി വിളിക്കാം. Please be happy to welcome Miyakudi. Miyakudi കൂടി ഒന്ന് സ്റ്റേജിലോട്ട് സ്വാഗതം ചെയ്യാം. ശരി, ഇനി ഈ 5 പേരെയും ഒരുമിച്ച് ഈ വേദിയിലോട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ ഒരു നായികയ്ക്ക് ട്രിബ്യൂട്ട് നൽകാനാണ്. വെറും നായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, നായിക നടി മാത്രമല്ല, മലയാളത്തിലെ ഏറ്റവും ധൈര്യമുള്ളത് മാത്രമല്ല, ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുള്ള നായിക. ആ നായികയ്ക്ക് ഗാനങ്ങളിലൂടെ ഒരു ട്രിബ്യൂട്ട് പ്രമാതി. പ്ലീസ്. നമസ്കാരം സലാല. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ എ വാം വെൽക്കം. ഇല്ല, ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് സലാല വന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴാന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല, കുറെ നാളായി. ഒരുപാട് നാളുകൾക്ക്
കാലങ്ങൾക്ക് ശേഷം ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിന് അവസരം ഒരുക്കി തന്ന ഹാർമോണിയസ് കേരള ഗൾഫ് മാധ്യമത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. അതും സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, അതാണ് കോസ്. സോ അത് ഒരു ഭയങ്കര നല്ല കാര്യമായതുകൊണ്ട് അതിലും ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം സിംഗേഴ്സ് തന്ന ഒരു എൻകറേജ്മെൻറ്റ് അത് ചെറുതല്ല. ഓരോ സ്ഥലത്തെ, അതായത് ഞാൻ പറഞ്ഞ ഓരോന്ന് കേൾക്കുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് സെക്കൻഡ് മൂവിയായിരുന്നു ക്രോണിക് ബാച്ചലർ അല്ലേ? നമ്മൾ കഴിഞ്ഞോട് ക്രോണിക് ബാച്ചലർ നമ്മൾ ക്രോണിക് ബാച്ചലർ സിബിസാറിൻ്റെ ഒരു ഫിലിം ചെയ്തിരുന്നു, പക്ഷേ ഏകദേശം ആ സമയത്താണ്. അപ്പം അവിടെ തൊട്ടുള്ള പാട്ടുകൾ നമ്മളിപ്പോൾ കേട്ടു.